ഇന്ന് നമുക്കൊരു ഏലിയൻ്റെ കഥ കേൾക്കാം. ജിമ്മിയും ഏലിയനും. ഒരിടത്ത് ജിമ്മി എന്നൊരു പയ്യനുണ്ടായിരുന്നു. അവൻ്റെ അച്ഛൻ മരിച്ചു പോയിരുന്നു. അതിനാൽ തന്നെ അവൻ എപ്പോഴും അച്ഛനെ ഓർത്തുകൊണ്ടിരുന്നു. അവൻ അച്ഛനെ വല്ലാതെ മിസ് ചെയ്തു. അച്ഛൻ്റെ ഓർമ്മയിൽ അവൻ ഒരു ദിവസം അച്ഛൻ്റെ ഗോഡൗൺ തപ്പാൻ പോയി. അവിടെ പോയപ്പോൾ ഒരു പെട്ടിയിൽ കുറേ കടലാസുകൾ ഇരിക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ അതിലൊരെണ്ണം എടുത്ത് വായിക്കാൻ തുടങ്ങി. അതിലെന്തൊക്കെയോ പ്രധാനപ്പെട്ട വിവരങ്ങളാണെന്ന് അവന് മനസ്സിലായി. അങ്ങനെ അവൻ അവിടെ ആകെ തപ്പാനായി ഇറങ്ങി. തപ്പി നോക്കുന്നതിനിടയിൽ ഒരു ചാവി അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ ആ ചാവി തുറക്കാനുള്ള വാതിൽ കണ്ടെത്തി. ആ വാതിൽ തുറന്നപ്പോൾ അതാ പ്രത്യേക വെളിച്ചത്തിലൊരു സാധനം അതവൻ കയ്യിലെടുത്തതും അവൻ ഒരു പ്രത്യേക കാഴ്ച കണ്ടു. അതാ അവൻ്റെ തൊട്ടു പിന്നിൽ ഒരു ഏലിയൻ വന്നിരിക്കുന്നു. അവൻ ആകെ ഭയപ്പെട്ടു. ഏലിയനെ കണ്ട അവൻ ആകെ ഭയപ്പെട്ടു പോയി. എന്നാൽ ഏലിയൻ അവനെ സമാധാനിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് ഏലിയൻ പറഞ്ഞു, ഞാനാണ് ഏലിയൻ, നിന്റെ അച്ഛനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഏലിയൻ താൻ വന്ന വഴികളും തൻ്റെ വിഷമങ്ങളും തൻ്റെ അനുഭവങ്ങളും എല്ലാം പയ്യനോട് തുറന്നു പറഞ്ഞു. അവൻ ഏലിയനുമായി അടുക്കാൻ തുടങ്ങി. അവൻ എപ്പോഴും പറയുമായിരുന്നു, എനിക്ക് നിന്നെ പച്ച നിറത്തിൽ കാണാനാണ് ഇഷ്ടമെന്ന്. അപ്പോഴെല്ലാം പച്ച നിറത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഏലിയൻ അവനെ അത്ഭുതപ്പെടുത്തി. അവർ നല്ല സുഹൃത്തുക്കളായി. ഒന്നിച്ച് ഗെയിം കളിക്കാനും കഥകൾ പറയാനും അവരിരുവരും ഒരുപാട് സമയം ഒന്നിച്ച് പങ്കിട്ടു. എന്നാൽ അവൻ്റെ അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. എപ്പോഴും ഏലിയൻ അവൻ ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുത്തു. തൻ്റെ ഗൃഹത്തിലെ അനുഭവങ്ങളും ജീവിതവും എല്ലാം അവന് പറഞ്ഞു കൊടുത്തു. ഒരു ദിവസം അവൻ അമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അപ്പോൾ തമാശ രൂപേണ ചോദിച്ചു, അമ്മ ഏലിയനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന്. അത് കേട്ട അവൻ്റെ അമ്മ ആകെ ഞെട്ടിപ്പോയി. മോനിത് ആരാണ് പറഞ്ഞു തന്നത്? അവരുമായി ഒരിക്കലും നമ്മൾ സംസാരിക്കാനേ പാടില്ല. അവറ്റകൾ വൃത്തികെട്ട ജീവികളാണ്. എൻ്റെ മകൻ ഇനി അതിനെക്കുറിച്ച് ചോദിക്കാൻ പോലും പാടില്ല. ഇത് കേട്ട അവൻ ആകെ ഞെട്ടി. അവൻ ഒറ്റയ്ക്കിരുന്ന് ഇതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചു. എന്തുകൊണ്ടായിരിക്കും അമ്മ ഏലിയനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്? ഏലിയൻ എൻ്റെ ശത്രുവാണോ? അവൻ എന്നെ ചതിക്കുമോ? അവനായിരിക്കുമോ എൻ്റെ അച്ഛൻ്റെ മരണത്തിന് ഉത്തരവാദി? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അന്ന് രാത്രി ഒരുപാട് ചോദ്യങ്ങൾ അവനെ അലട്ടാൻ തുടങ്ങി. ഏലിയൻ തൻ്റെ ശത്രുവാണോ മിത്രമാണോ എന്ന ചോദ്യം അവനെ അലട്ടാൻ തുടങ്ങി. അന്ന് രാത്രി അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അടുത്ത ഭാഗത്തിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക.